യുമായി ഇറാന് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ യുഎഇയും ഇറാനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും പലതരത്തിലുള്ള രാജ്യ അകൽച്ച എന്ന തരത്തിലുള്ള വിവരങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതിനോടനുബന്ധിച്ചാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞ രാജ്യത്തെ പ്രത്യേകമായ രീതിയിൽ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് തങ്ങൾ ആക്രമിക്കുകയോ അതല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ചെയ്യുകയില്ല എന്നുള്ളതും, ഒപെക് രാജ്യങ്ങളിൽ നിന്ന് രാജിവെച്ചതുമായി ബന്ധപ്പെട്ട വിഷയം അവരുടെ രാജ്യത്തുള്ള, അതായത് അറേബ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തങ്ങൾ അതിലേക്ക് വലിച്ചു കയറ്റേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ലേസർ തുമ്പ് ദ്വീപ്, ഗ്രേറ്റർ തുമ്പ് ദ്വീപ് എന്ന് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ദ്വീപുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് മുൻപേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയതർക്കങ്ങളുണ്ട്. ആ തർക്കം ആ രീതിയിൽ നിലനിൽക്കുന്നു. അതല്ലാതെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ ആക്രമിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നതൊക്കെ വ്യാജമായിരിക്കുന്ന വാർത്തകളാണ്. ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നുള്ളതും, ഈ അമേരിക്കയുടെ സൈനിക ബേസ് പ്രവർത്തിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളിലുള്ള രാജ്യങ്ങളോട് അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനത്തോട് തങ്ങൾ എതിർപ്പാണ്. അത് പ്രത്യേകം തിരിഞ്ഞുകൊണ്ട് മാത്രം പ്രത്യേകം എതിർക്കുക, ക്ക് മാത്രം പ്രത്യേകമായ രീതിയിൽ യുഎയോട് മാത്രം പ്രത്യേക യുദ്ധം ചെയ്യുക, അത്തരമൊരു പ്രവർത്തനങ്ങളോ രീതികളോ തങ്ങൾ അവലംബിക്കാറില്ല. അതൊരു ഫോളോ ചെയ്യേണ്ട രീതിയുമല്ല എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. ഇതോടെ യുഎയും ഇറാനും തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് വ്യാജ വാർത്തകളും വ്യാജ റിപ്പോർട്ടുമാണ്. പല മേഖലയിൽ നിന്നും അത്തരം റിപ്പോർട്ടുകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. യൂറോപ്യന്മാരാണ് തുടങ്ങിയത്, പിന്നീട് ചില മീഡിയകൾ ഏറ്റെടുത്തു, പിന്നെ യൂട്യൂബ് പോലെയുള്ള ചില ചാനലുകൾ അതിങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഉറുദു ചാനലാണ് ആദ്യമായിട്ട് ഇത് പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയുന്നു. പിന്നീട് ഹിന്ദി ചാനൽ കണ്ടു, പിന്നീട് പഷ്തൂൺ ഭാഷയിലുള്ള ചാനൽ, അത് പാകിസ്ഥാൻ ചാനലാണ്, ആ മേഖലയിൽ നിന്നും ഇത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി ആവാഹിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാത്തിനും മറുപടി പറയാൻ പ്രയാസമാണ്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്നുള്ളത് ഈ പരാതി പറയുന്നവർ വ്യക്തമാക്കണം. യുഎഇയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് അമേരിക്കയുടെ സൈനിക ബേസ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല പ്രവർത്തിക്കുന്നത്, ഖത്തറിലുണ്ട്, ഞങ്ങൾ ഖത്തറിനെ ആക്രമിച്ചിട്ടുണ്ട്, ബഹ്റൈനിലുണ്ട്, അവിടെ ആക്രമിച്ചിട്ടുണ്ട്, കുവൈറ്റിലുണ്ട്, അവിടെ ആക്രമിച്ചിട്ടുണ്ട്. ഈ സൗദിയിലെ ചില ഭാഗങ്ങളിൽ താൽക്കാലികമായ ടെൻറ്റ് പോലെ അമേരിക്കയുടെ സൈനിക ബേസ് പ്രവർത്തിക്കുന്നുണ്ട്. സ്ഥിരമായിട്ടല്ലെങ്കിൽ പോലും അവിടെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെ 2ഓളം യുദ്ധവിമാനങ്ങൾ തങ്ങൾ തകർത്തിട്ടുണ്ട്. 4-ലധികം സൈനികർക്ക് പരിക്കേറ്റു എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിൽ മരണം നടന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ എല്ലാ മേഖലയിലേക്കും നടത്തിയിട്ടുണ്ട്. ഞങ്ങളുമായിട്ട് വലിയ രീതിയിൽ സൗഹൃദ ബന്ധം സ്ഥാപിച്ച ഒമാനിലുള്ള കടലിടുക്കിലെ കപ്പലിനെ പോലും തങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്ക് ഭേദിച്ചുകൊണ്ട് പോകാൻ വേണ്ടി തയ്യാറെടുത്ത കപ്പലായതുകൊണ്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയത്. അപ്പോൾ എല്ലാവരോടും ഉള്ള ഒരു വിരോധം മാത്രമേ, അതല്ലെങ്കിൽ അമേരിക്കക്ക് സൈനിക ബേസും സംവിധാന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യങ്ങളോട് മാത്രമേ തങ്ങൾക്ക് വിരോധമുള്ളൂ. തങ്ങൾ അതിനെ വിരോധം വെക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ യുഎഇയെ പ്രത്യേകം വെച്ചുകഴിഞ്ഞിട്ട് അവരെ പ്രത്യേകം ആക്രമിക്കുക, അല്ലെങ്കിൽ പ്രത്യേക എതിർപ്പ് കാണിക്കുക, അങ്ങനത്തെ ഒരു സംവിധാനമില്ല. അത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ തന്നെയാണ് തുടർച്ച എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ ഇസ്രായേലിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ ചോദ്യം വന്നത്. അഥവാ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം ഇവിടെ യുഎയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. സ്ഥാപിച്ചിട്ട് ഇസ്രായേലിൻ്റെ സൈനികരോ ബന്ധപ്പെട്ടവരോ അതിന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. രാജ്യസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഏതൊരു രാജ്യത്തിനും അവരുടെ ഇഷ്ടപ്രകാരം ഏത് തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കാം. പക്ഷേ ഇസ്രായേലുമായിട്ട് പ്രതിരോധ സംവിധാനം സ്ഥാപിച്ച് ഞങ്ങൾ 100% എതിരാണ് എന്നതുകൊണ്ട് ആ രാജ്യത്തെ തങ്ങൾ ശത്രു രാജ്യമായിട്ട് കാണുന്നില്ല. പകരം അവർ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ഏകോപനമുള്ളൊരു സംവിധാനം, ഒരു സമൂഹമായിട്ട് മാറണം എന്നാണ് താല്പര്യം. ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെ മുൻപ് 3 തവണ ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലെത്തിയിട്ടുണ്ട്. ആ 3 ഉച്ചകോടി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അഥവാ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം പുനഃപരിശോധിക്കണം, അവരുമായിട്ടുള്ള ബന്ധം ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കണം. സ്വതന്ത്രമായിരിക്കുന്ന ഒരു ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാവണമെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾ ഒന്നിക്കുകയും അത് വലിയ രീതിയിലുള്ള സ്വാധീനം യൂറോപ്യന്മാർക്ക് ചെലുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തി നടത്തുകയും വേണം. ഇതൊക്കെയായിരുന്നു സമീപനങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടിയും എല്ലാ കാലത്തും പറയുന്നതാണ്. അതിൻ്റെ ആവർത്തനം തന്നെയാണ് അത് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രാജ്യത്തേക്ക് ഇസ്രായേലിൻ്റെ ആളുകൾ വരുന്നു, പ്രതിരോധ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നു, അതിനെ വല്ലാത്ത രീതിയിൽ എതിർത്തുകൊണ്ട് തങ്ങൾ അവരെ ആക്രമിക്കുന്നു. ഞങ്ങൾ പ്രവർത്തനങ്ങളെ നിർത്തിവെച്ചിട്ടുണ്ട്. ഒരു അറബി രാജ്യത്തെയോ മറ്റേതെങ്കിലും രാജ്യത്തെയോ ഇസ്രായേലിനെയോ അമേരിക്കയോ തങ്ങൾ നിലവിൽ ആക്രമിക്കുന്നില്ല. ആക്രമിക്കണമെങ്കിൽ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേൽ തങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് പ്രതികരണം മാത്രമാണ് ചെയ്യുക.
പ്രത്യാക്രമണം എന്ന് പറയാൻ തങ്ങളെ ആക്രമിക്കാതെ, തങ്ങൾക്ക് നേരെ പ്രേരണ ഏൽപ്പിക്കാതെ, തങ്ങളെ വേദനിപ്പിക്കാതെ തങ്ങൾ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു രാജ്യത്തെ ആക്രമിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോൾ യു എയുമായിട്ടുള്ളത്. യു എ തങ്ങളെ ആക്രമിച്ചിട്ടില്ലല്ലോ, തിരിച്ച് ഞങ്ങൾ ആക്രമിക്കുകയില്ല. നേരെ മറിച്ച് അമേരിക്ക ആക്രമിക്കുകയും അമേരിക്ക ആക്രമിക്കുന്നത് അത് യു എയുടെ സൈനിക ബേസിൽ നിന്നോ അല്ലെങ്കിൽ യു എയുടെ ഭൂമിയിൽ നിന്നോ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമാക്കി തങ്ങൾ ആക്രമിക്കും. ഇപ്പോൾ ആ വിഷയമായിട്ട് സംസാരിക്കേണ്ട കാര്യം പോലുമില്ല. പറയുന്ന റിപ്പോർട്ട് അത്ര തന്നെ കള്ളത്തരമാണ്, പൊള്ളത്തരമാണ്. ട്രംപ് എങ്ങനെയാണോ ലോകത്തോട് പറയുന്നത് ആ രീതിയിലുള്ള കള്ളത്തരമാണ് യഥാർത്ഥത്തിൽ. യു എയും ഇറാനും തമ്മിൽ പ്രശ്നമുണ്ട്. ആ പ്രശ്നം യുദ്ധത്തിലേക്ക് നീങ്ങും, വലിയ രീതിയിൽ ആക്രമിക്കും. ആക്രമണത്തിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളായിരിക്കുന്ന അയൺ ഡോം അടക്കമുള്ള സംവിധാനങ്ങൾ വന്നത് എന്ന തരത്തിലുള്ളൊക്കെ റിപ്പോർട്ടും ഇറാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാര്യം താഡ് സിസ്റ്റം മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. അത് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക സ്ഥാപിച്ചതാണ്. പിന്നീട് കഴിഞ്ഞ 2025 ആ താഡ് സിസ്റ്റം അതിൻ്റെ ബാറ്ററി സംവിധാനങ്ങളെല്ലാം അയച്ചത് അത് ഇസ്രായേലിനാണ് കൊടുത്തത്. അതിലൊരു പ്രതിഷേധം യു എക്ക് ഉണ്ടായിരുന്നു. സൗദി അറേബ്യ നടത്തിയ സമയത്ത് സൗദി അറേബ്യക്ക് ഉണ്ടായിരുന്നു. സ്വാഭാവികമാണ്. അത് അവരുടേതായിരിക്കുന്ന ഭൂമിയിൽ ഈ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അയച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് പ്രതിഷേധിക്കാൻ അധികാരം ഉണ്ടാവും. തിരിച്ചു നൽകിയോ അതല്ലെങ്കിൽ തിരിച്ചു നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തീരുമാനിക്കേണ്ട, അഭിപ്രായം പറയേണ്ട അതാത് രാജ്യമാണ്. ഇറാനിൽ റോളൊന്നുമില്ല. അപ്പോൾ താഡ് സിസ്റ്റം കൊണ്ടുപോയിട്ടുണ്ട്, അത് അമേരിക്കയുടേതാണ്. ഇപ്പോൾ അയൺ ഡോം സ്ഥാപിച്ചിട്ടുണ്ട്, അത് ഇസ്രായേലിൻ്റെതാണ്. അത് യു എ എന്ന് പറയുന്ന രാജ്യത്താണ് ഈ സംഭവം നടക്കുന്നത്. അത് അവരുടെ രാജ്യവുമായിട്ടും അതിൻ്റെ നിയമ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടുത്തെ ഭരണാധികാരികൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു എ ശത്രുരാജ്യമല്ല, അറേബ്യൻ രാജ്യം രാജ്യമല്ല. ഇതിനു മുൻപ് തന്നെ അറേബ്യൻ രാജ്യം ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡൻ്റായിരിക്കുന്ന മസൂദ് പെഷഷ്കിയാൻ അറേബ്യൻ രാജ്യത്തോട് മാപ്പ് പറഞ്ഞ ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഇറാൻ. അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനി ആക്രമിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് IDF ആണ് തങ്ങൾക്ക് ഈ IRGC ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അത് ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി പറയുക. കാരണം ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കും, അല്ലെങ്കിൽ തിരിച്ചടിക്കില്ല എന്നുള്ളത്. ഈ അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട്, അപ്പോൾ തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതല്ലാതെ തങ്ങളെ ആക്രമിക്കാത്തൊരു രാജ്യത്തിന് നേരെ ഞങ്ങൾ തിരിച്ചാക്രമിക്കുക, അതിനെ ഭയപ്പെട്ടുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അതിലൊന്നും ഞങ്ങൾ അഭിപ്രായം പറയാൻ ആളില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം യു എ എന്ന് പറഞ്ഞ രാജ്യം ശത്രുരാജ്യമല്ല, തങ്ങൾ അവർ ആക്രമിക്കുകയില്ല, തങ്ങളുടെ സൗഹൃദ രാജ്യമാണ്. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അമേരിക്കൻ ബേസിൽ നിന്ന് തങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് തിരിച്ചടിക്കും എന്നല്ലാതെ ഒരിക്കൽ പോലും യു എയോ സൗദി അറേബ്യയോ ഖത്തറിനെയോ കുവൈത്തിനെയോ ബഹ്റൈനെയോ ഒരു രാജ്യത്തെയും തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല, ആക്രമിക്കാൻ താല്പര്യമില്ല. തങ്ങളെ നേരെ വരുന്ന സമയത്തുണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണത്തിനപ്പുറം ശത്രുപരമായ രീതിയിൽ നിലനിന്നുകൊണ്ട് അവരെ ആക്രമിച്ച് പരാജയപ്പെടുത്തുക എന്നുള്ളതും തങ്ങളുടെ ശക്തി അവരുടെ മേലെ പരീക്ഷിക്കുക എന്നുള്ളതും ചരിത്രത്തിൽ ഇന്ന് വരെ ഇറാൻ എന്നൊരു പറയുന്ന രാജ്യം ചെയ്യാത്തതാണ്. ഞങ്ങളുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഞങ്ങളെ പിന്തുണക്കുന്നു. എല്ലാ രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലിനോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് പിന്തുണ നൽകാത്തത് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ വിശദീകരിക്കുകയാണ്.